ഇന്നത്തെ ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെജ് മഞ്ചൂരിയാണ് കേട്ടോ. അതും ചൈനീസ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറുതായ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റും ക്യാബേജാണ് കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മസാലപ്പൊടിയും ആഡ് ചെയ്തിട്ട് കുറച്ച് സോയാ സോസ്, അത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതിൽ കാണിച്ചിരിക്കുന്ന കമ്പനിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും ആഡ് ചെയ്തിട്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ചൈനീസ് മഞ്ചൂരി ഉണ്ടാക്കാനായിട്ട്, അതും വെജ് മഞ്ചൂരി ആയിട്ടുള്ള ഈ അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ നന്നായിട്ട് കുഴച്ച് നമുക്ക് ഉണ്ട ഉരുട്ടാനായിട്ട് വെളിച്ചെണ്ണയെ വറക്കാനുള്ള പാകത്തിന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി കേട്ടോ. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാം. നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉണ്ട ഉരുട്ടി വെച്ച നമ്മുടെ വെജ് മഞ്ചൂരിയുടെ പരുവത്തിന് അങ്ങ് ഇടുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഇതിനെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മുടെ വെജ് മഞ്ചൂരിയനെ ഇനി നമ്മൾ അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാനായിട്ട് അനുവദിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുള്ള ചതച്ച് വെച്ച പേസ്റ്റ്, അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മുളകും സവോള ആഡ് ചെയ്യണം കേട്ടോ. അതും സവോള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഒരുപാട് വേകാനും പാടില്ല, ആ രീതിയിൽ വേണം ചെയ്യാൻ. ഇനി നമുക്ക് അതിലോട്ട് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് പെപ്പറും ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസും കുറച്ച് ഒഴിച്ചു, മുളകും എല്ലാ മസാലകളും ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെറ്റായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ.